ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ ടി ലോഞ്ചർ എന്ന് അടിക്കണം. അപ്പോൾ ടി ലോഞ്ചർ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഡൗൺലോഡ് ടിയിൽ നിന്ന് ഇവിടെ ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലാറ്റ്ഫോം കൊടുക്കുക. അപ്പോൾ എൻ്റെ ലിനക്സ് ആണ്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് ഓപ്പൺ വിത്ത് അത് ആർച്ചീവ് മാനേജർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ജാർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, ടി ലോഞ്ചർ ജാർ, അത് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഞാനിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രോപ്പർട്ടീസിൽ പോവുക. ഇതിപ്പോൾ ഞാൻ ഉബുണ്ടുവിലാണ് ചെയ്യുന്നത്. അപ്പം പെർമിഷൻസിൽ പോയിട്ട് അലോ എക്സിക്യൂട്ടിംഗ് ഫയൽ അനേബിൾ ചെയ്യണം. അപ്പം ഞാനത് അനേബിൾ ചെയ്തു. അപ്പോൾ ഇനി നമുക്കിത് ജാവയിൽ ഓടിക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി റൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഓൾറെഡി ടി ലോഞ്ചർ ജാർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാണ് ടി ലോഞ്ചർ ജാർ എന്ന് വന്നത്. നിങ്ങൾക്ക് ടി ലോഞ്ചർ ജാർ തന്നെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് നേരം എടുക്കും. കുറച്ച് നേരം എടുക്കുന്നതാണ് ഈ ടി ലോഞ്ചർ വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ ഓപ്റ്റിഫൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിക്ക് ചെയ്യണം. ഓപ്റ്റിഫൈൻ, ഞാൻ ഇതിൽ വേറൊരു ഓപ്റ്റിഫൈൻ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓപ്റ്റിഫൈൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതാണ് കളിക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതേ ടി ലോഞ്ചറിൻ്റെ വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു ഏരിയ എന്നൊക്കെ കാണിക്കും. അപ്പം നമ്മൾ ടി ലോഞ്ചറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മളുടെ ടി ലോഞ്ചർ. ഇനി നമ്മൾ കളിച്ച് നോക്കാം. അപ്പോൾ എൻ്റർ ദി ഗെയിം കൊടുക്കുക. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ്, ഒറിജിനൽ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ആയിരിക്കും. നല്ല ഗ്രാഫിക്സ് ഒക്കെയാണ്, മൈൻക്രാഫ്റ്റ് പോലെ തന്നെ. അപ്പോൾ എൻ്റർ ദി ഗെയിം കൊടുക്കുക. അതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് ഇതിൽ ഇവിടെ അക്കൗണ്ട് നമ്മളുടെ കൊടുക്കണം കേട്ടോ. ഇത് വരും, കുറച്ച് നേരം എടുക്കുന്നതാണ്. ഓക്കെ, ഇതോ വന്നിട്ടുണ്ട് മൈൻക്രാഫ്റ്റ്. ഓക്കെ, ഇപ്പോൾ റെസ്പോണ്ട് ആവുന്നില്ലല്ലോ, അത് എന്തോ വരുന്നുണ്ട്. മോജാങ്ക് സ്റ്റുഡിയോസ്. ഓക്കെ, അപ്പോൾ നമ്മളിതോ നേരെ ഈ മൈൻക്രാഫ്റ്റ് ഗെയിമിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ടെക്സ്ചർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ടെക്സ്ചർ പാക്കൊക്കെ വരുന്നത്, ടെക്സ്ചർ പാക്കല്ല, ഷേഡേഴ്സ്, ഇതെങ്ങനെ ഇടുന്നതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് കൊടുക്കാം. അപ്പോൾ വന്നിട്ട് നമുക്ക് ഇപ്പോൾ വേൾഡ് നെയിം കൊടുക്കാം. ഇപ്പം എ ബി എന്ന് കൊടുക്കാം.
എന്നിട്ട് ക്രിയേറ്റ് ന്യൂ എടുക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. നിങ്ങൾക്ക് ഷേഡേഴ്സ് ഇടാണ്ടും കളിക്കാം കേട്ടോ. ഷേഡേഴ്സ് ഇടുന്ന എങ്ങനെയെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് കുറച്ച് നേരം എടുക്കും. അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഷേഡേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടേതോ എന്തൊക്കെ എത്തിയിട്ടുണ്ടോ എന്നാൽ ഷേഡേഴ്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഷേഡേഴ്സ് ഓഫ് ചെയ്യാം വേണമെങ്കിൽ. അല്ലേ, കറക്റ്റ് അതേപോലെ മൈൻക്രാഫ്റ്റ് തന്നെയാണ്. ഇൻവെന്ററി ഒക്കെ അതേപോലെ തന്നെയാണ്. സെർച്ച് ചെയ്യാം, നമുക്കെല്ലാം ചെയ്യുന്നത് തന്നെ അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ആട്ടിൻകുട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതിൽ ഇതേപോലെ തന്നെ ഉണ്ട്. പിന്നെ കളർഡ് ബ്ലോക്സ്, ഷൽക്കർ ബോക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷൽക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ മൈൻക്രാഫ്റ്റ്. അതുകൊണ്ട് നെതറൈറ്റ് പോലും ഉണ്ട്. നെതറൈറ്റ് പിക്കാക്സ് ഉണ്ട്, സ്വാഡ് ഉണ്ട്, ആക്സ് ഉണ്ട്. ആക്സ് ആണ്. സ്വാഡും ഉണ്ട്. ഇതിൽ കണ്ടക്റ്റിൽ പോയാണെങ്കിൽ ഇതിൽ സ്വാഡ് ഉണ്ടാവും. പിന്നെ എല്ലാ സംഭവം ഉണ്ട്. ടോട്ടം ഓഫ് അഡ്ഡയിങ്. ഇത് നമുക്ക് ടോട്ടം സ്റ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ, നമ്മൾ ഓക്കെ. ടോട്ടം ഉണ്ട്, നിങ്ങൾക്ക് ടോട്ടം വയ്ക്കാൻ പറ്റും. ട്രൈഡൻ്റ് ഉണ്ട്, എല്ലാ ആർമേഴ്സൊക്കെ ഉണ്ട്. നെതറൈറ്റിൻ്റെ ആർമർ ഉണ്ട്, എല്ലാ ബ്ലോക്സും അങ്ങനെയൊക്കെയാണ്. നോർമൽ മൈൻക്രാഫ്റ്റ് തന്നെ. പിന്നെ ഇതിൽ സീറ്റൊക്കെ ഉണ്ട്. സീറ്റ് ഓൺ ആണെങ്കിൽ വരാൻ പറ്റും. ഇപ്പോൾ ഗെയിം മോഡ്, സർവൈവലിലേക്ക് ആക്കണമെങ്കിൽ സർവൈവലിലേക്ക് ആക്കാം. സർവൈവൽ കൊടുത്ത് എൻ്റർ അടിച്ചതോ സർവൈവലായി. ഈസി. ഇവിടെ ഷീപ്പൊക്കെ ഉണ്ട്. ഈ നെതറൈറ്റിൻ്റെ ഒരു ആക്സ് വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് എല്ലാം ഒറ്റരടി മതി. ഇതിനുണ്ടോ നെതറൈറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. BSLൻ്റെ ഷേഡേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യണേ. പെട്ടെന്ന് എല്ലാം കിട്ടുന്നതാണ്. പിന്നെ ഈ ട്രൈഡൻറ്റ് വേണമെങ്കിൽ നമുക്ക് ലോയാലിറ്റി 3 ഒക്കെ ഇട്ടിട്ട് എക്സാക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ ഒന്ന് കാണിച്ചു തരാം. നമുക്കതിന് ജസ്റ്റ് ഒന്ന് ഇപ്പം ഇത് ചുമ്മാ ഒരു രസത്തിനാണ്. അല്ലാണ്ട് ശരിക്കും നമ്മൾ കളിക്കുമ്പോൾ ഇങ്ങനെ ഗെയിം മോഡ് മാറ്റിയിട്ട് കളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇതേപോലെയൊക്കെ അതിലുള്ളതുപോലെ ഉണ്ട് എന്ന് കാണിച്ചു തരാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇതിൽ
ഇപ്പം എനിക്ക് ടോട്ട് ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇതിനാണ്. അപ്പോൾ നമുക്ക് അത് മാറ്റിയിട്ട് ലോയൽറ്റി 3 പോലെ ബുക്ക് കിട്ടാൻ പോലെ. ലോയൽറ്റി 3 ബുക്കുണ്ടോ? എൻ്റെ ബുക്കുണ്ടോ? ഓ ഉണ്ടല്ലേ. ഓക്കെ, ലോയൽറ്റി 3 എൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ആൻവീൽ വേണം. ഒരു ആൻവീലും വെച്ച് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഈ ആൻവീൽ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ട്രൈഡൻ്റ് ഇടാം. മറ്റേ ഈ ലോയൽറ്റി 3 ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ ഇത്. ഓക്കെ, ഇതൊന്നും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം മോഡ് മാറ്റി കൊടുക്കാം. ഗെയിം മോഡ് സർവൈവല്. അപ്പോൾ പിന്നെ എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞതോ സർവൈവലായി. എന്നിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്? റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവുമായിരിക്കും. ഓക്കെ, കണ്ടില്ലേ? വിട്ടിട്ട് തിരിച്ചു വരും. അങ്ങനെ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എയിം ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് എടുക്കുക. എന്നിട്ട് തിരിച്ചു വരും നമ്മുടെ കയ്യിൽ. ഇത് വെച്ചിട്ട് നമുക്ക് തോറ് കളിക്കാം. കണ്ടില്ലേ, ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കളി. എനിക്ക് ഈ ആൻവിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോറി, ഈ ട്രൈഡൻ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.